VK എക്സാം ഗൈഡിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്കുള്ള സിലബസിലെ ഫിസിക്കൽ സയൻസ് ഭാഗത്തു നിന്നും 9ാമത്തെ ചാപ്റ്ററായ താപവും ഊഷ്മാവുമാണ്. താപവും ഊഷ്മാവും ഈ സിലബസിലെ നമ്മളിതുവരെ കവർ ചെയ്ത ടോപ്പിക്കുകൾ ഇതൊക്കെയാണ്. ആറ്റവും ആറ്റത്തിന്റെ ഘടനയും, ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിന്റെ പരിവർത്തനവും. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് താപവും ഊഷ്മാവുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. താപവും ഊഷ്മാവുമാണ് നമ്മുടെ ടോപ്പിക്. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ആദ്യം നമുക്ക് താപം എന്താണെന്ന് നോക്കാം. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജത്തിന്റെ അളവാണ് താപം. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജത്തിന്റെ അളവാണ് താപം അല്ലെങ്കിൽ ഹീറ്റ്. താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. താപത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് തെർമോഡൈനാമിക്സ് എന്നാണ്. താപത്തെക്കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ്. താപത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂൾ. താപത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂൾ. കലോറി എന്നുള്ള യൂണിറ്റും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. താപത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂൾ. കലോറി എന്നുള്ള യൂണിറ്റും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂളാണ്. ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂളാണ്. ഓർത്തു വെക്കണം, ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂളാണ്. ഇനി ഒരു കലോറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. 1 ഗ്രാം ജലത്തിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപത്തിന്റെ അളവാണ് 1 കലോറി എന്ന് പറഞ്ഞാൽ. 1 ഗ്രാം ജലത്തിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപത്തിന്റെ അളവാണ് 1 കലോറി. ഇനി നമുക്ക് ഊഷ്മാവ് എന്താണെന്ന് നോക്കാം. ഊഷ്മാവ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില. ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവാണ് താപനില. ശരാശരി ഗതികോർജത്തിന്റെ അളവാണ് താപനില അല്ലെങ്കിൽ ഊഷ്മാവ്. ഇംഗ്ലീഷിൽ നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയും. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവാണ് താപനില. ഇനി ഒരു വസ്തുവിന്റെ താപത്തെ സൂചിപ്പിക്കുന്ന അളവാണ് താപനില. നമുക്ക് അങ്ങനെയും പറയാം. ഒരു വസ്തുവിന്റെ താപത്തെ സൂചിപ്പിക്കുന്ന അളവാണ് താപനില. അങ്ങനെയും നമുക്ക് പറയാം. താപനില അല്ലെങ്കിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് ആണ് കെൽവിൻ. താപനില അല്ലെങ്കിൽ ഊഷ്മാവിന്റെ SI യൂണിറ്റ് ആണ് കെൽവിൻ. K എന്ന് നമുക്ക് സൂചിപ്പിക്കാം. സാധാരണയായി താപനില അളക്കുന്ന യൂണിറ്റ് ആണ് ഡിഗ്രി സെൽഷ്യസ്. താപനിലയുടെ SI യൂണിറ്റ് കെൽവിനാണ്. എന്നാൽ സാധാരണയായിട്ട് നമ്മൾ താപനില അളക്കുന്ന യൂണിറ്റ് ആണ് ഡിഗ്രി സെൽഷ്യസ്. അടുത്ത പോയിന്റ്, വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ക്രയോജനിക്സ് എന്നാണ്. ക്രയോജനിക്സ്. വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ക്രയോജനിക്സ് എന്നാണ്. ക്രയോജനിക്സ്. ഇനി താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആണ് ചോദിക്കുന്നതെങ്കിൽ ക്രയോമീറ്റർ ആണ്. താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രയോമീറ്റർ. ഇനി ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ഗതികോർജം വർദ്ധിക്കുമ്പോൾ വസ്തുവിന്റെ താപനില വർദ്ധിക്കുന്നു. ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ഗതികോർജം വർദ്ധിക്കുമ്പോൾ വസ്തുവിന്റെ താപനിലയും വർദ്ധിക്കുന്നു. ഇനി ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ 3 എണ്ണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ്. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ്.
താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം നമുക്കറിയാം തെർമോമീറ്റർ ആണ്. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. തെർമോമീറ്ററിൽ ദ്രാവകമായി ഉപയോഗിക്കുന്നത് മെർക്കുറിയാണ്. തെർമോമീറ്ററിൽ ദ്രാവകമായി ഉപയോഗിക്കുന്നത് മെർക്കുറി. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ്. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ. ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ്. ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയത് സർ തോമസ് ആൽബർട്ട് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയത് തോമസ് ആൽബർട്ട്, സർ തോമസ് ആൽബർട്ട്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന സ്കെയിൽ ചോദിക്കുകയാണെങ്കിൽ ഫാരൻഹീറ്റ് സ്കെയിലാണ്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന സ്കെയിൽ ഫാരൻഹീറ്റ് സ്കെയിലാണ്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ 3 കണ്ടുപിടുത്തങ്ങളാണ് നമ്മൾ പഠിച്ചത്. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ, ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് സർ തോമസ് ആൽബർട്ട്, മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ്. ഇനി സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത് ചോദിക്കുകയാണെങ്കിൽ ആൻഡേഴ്സ് സെൽഷ്യസ് ആണ്. സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത് ആൻഡേഴ്സ് സെൽഷ്യസ്. താപനില കണ്ടുപിടിക്കാൻ നമ്മൾ 3 യൂണിറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒന്ന് കെൽവിൻ, അടുത്തത് സെൽഷ്യസ്, അടുത്തത് ഫാരൻഹീറ്റ്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു യൂണിറ്റിൽ തന്നിരിക്കുന്നതിനെ നമുക്ക് മറ്റൊരു യൂണിറ്റിലേക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇത് 10th പ്രിലിമിനറി പോലുള്ള പരീക്ഷകൾക്ക് ഇതെന്തായാലും ആവശ്യം ഉണ്ടാവില്ല. എന്നാൽ മറ്റേതെങ്കിലും എക്സാമുകൾക്ക് ഇത് ഉപകാരപ്രദമാകും എന്നതുകൊണ്ടാണ് ഇതിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം ഒന്നാമത്തെ നോക്കൂ. ഫാരൻഹീറ്റിനെ നമ്മൾ സെൽഷ്യസ് സ്കെയിലേക്ക് മാറ്റുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട സൂത്രവാക്യം C = F - 32 × 5/9 എന്നുള്ള സൂത്രവാക്യം നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ C എന്ന് പറയുന്നത് സെൽഷ്യസ് സ്കെയിലുള്ള ടെമ്പറേച്ചർ ആണ്. അതാണ് നമുക്ക് കിട്ടേണ്ടത്. F എന്ന് പറയുന്നത് ഫാരൻഹീറ്റിലുള്ള ടെമ്പറേച്ചർ ആണ്. അപ്പോൾ നമ്മൾ ഈ F നമുക്ക് അറിയാം. അപ്പോൾ F അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? C കിട്ടും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ F എന്ന് പറയുന്നത് 32 ഡിഗ്രി ഫാരഡ് ആണെന്ന് കരുതുക. നമുക്ക് അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള സെൽഷ്യസ് സ്കെയിലിലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ F എന്ന് പറയുന്ന ഇവിടെ 32 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Fന് പകരം 32 കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്തായിട്ട് മാറും? 32 - 32 എന്ന് പറയുമ്പോൾ 0 ആയി. ഇൻറ്റു 5/9 എന്ന് പറയുമ്പോൾ C = 0 എന്ന് കിട്ടും. അപ്പോൾ 32 ഡിഗ്രി ഫാരഡിന് കറസ്പോണ്ട് ആയിട്ടുള്ള സെൽഷ്യസ് സ്കെയിലാണ് 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ. ഇനി രണ്ടാമത്തെ സൂത്രവാക്യം നോക്കൂ. സെൽഷ്യസിനെ നമ്മൾ ഫാരൻഹീറ്റ് സ്കെയിലാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട സൂത്രവാക്യം ഇതാണ്. F = C × 9/5 + 32. ഇവിടെയും നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്കറിയാം C എന്നുള്ളത് നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസ് ആക്കി എടുക്കുന്നു. C എന്നുള്ളത് 0 ഡിഗ്രി സെൽഷ്യസ് ആക്കി നമുക്ക് എടുക്കാം. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ട് ആയിട്ടുള്ള ഫാരൻഹീറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. C എന്നുള്ളത് 0 ഡിഗ്രി സെൽഷ്യസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടൈം പോയി നമുക്ക് 32 എന്നാണ് കിട്ടുക. അപ്പോൾ F = 32 ഡിഗ്രി ഫാരഡ് എന്ന് കിട്ടും. അതായത് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 32 ഡിഗ്രി ഫാരഡ് ആണ് എന്ന് നമുക്ക് കിട്ടും. ഇനി സെൽഷ്യസിനെ കെൽവിൻ സ്കെയിലാക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല K = C + 273.15 അല്ലെങ്കിൽ K = C + 273 എന്ന് ഓർത്താൽ മതി. അപ്പോൾ നമ്മൾ സെൽഷ്യസിനെ കെൽവിൻ സ്കെയിലേക്ക് മാറ്റാം. ഇനി കെൽവിനെ സെൽഷ്യസ് സ്കെയിലാക്കാൻ നമുക്ക് ഈ സൂത്രവാക്യം ഉപയോഗിക്കാം. C = K - 273.15 എന്ന് ഉപയോഗിക്കാം. താപവും ഊഷ്മാവും എന്ന നമ്മുടെ ഈ ടോപ്പിക്കിൽ PSC കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചോദിക്കാറുള്ളത്? ഐസ് ഉരുകുന്ന താപനില എത്രയാണ്? അല്ലെങ്കിൽ
ജലം തിളയ്ക്കുന്ന താപനില എത്രയാണ്? ആ ടൈപ്പ് ചോദ്യങ്ങളാണ് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. നോക്കൂ, ഐസ് ഉരുകുന്ന താപനില. അപ്പോൾ സാധാരണ ഡിഗ്രി സെൽഷ്യസിലാണ് ചോദിക്കുന്നതെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിലാണ് ഐസ് ഉരുകി ജലമായിട്ട് മാറുന്നത്. ഇനി ഫാരൻഹീറ്റ് സ്കെയിലാണെങ്കിൽ അത് 32 ഡിഗ്രി ഫാരഡ് എന്നാണ്. തൊട്ട് മുൻപേ നമ്മൾ സൂത്രവാക്യം പഠിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ കൺവേർഷൻ നോക്കിയതാണ്. അപ്പം ഡിഗ്രി ഫാരൻഹീറ്റിലാണെങ്കിൽ 32 ഡിഗ്രി ഫാരഡ് ആണ്. കെൽവിൻ സ്കെയിലാണെങ്കിൽ 273 കെൽവിനിലാണ്. അടുത്തത് ജലം തിളയ്ക്കുന്ന താപനില. ജലം തിളയ്ക്കുന്ന താപനില എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫാരൻഹീറ്റിലാണെങ്കിൽ 212 ഡിഗ്രി ഫാരഡ് ആണ്. കെൽവിനിലാണെങ്കിൽ 373 കെൽവിനാണ്. മനുഷ്യ ശരീര ഊഷ്മാവ്, സാധാരണ ശരീരോഷ്മാവ് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ ഫാരൻഹീറ്റിലാണെങ്കിൽ 98.6 ഡിഗ്രി ഫാരഡ് ആണ്. കെൽവിനിലാണെങ്കിൽ 310 കെൽവിനിലാണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഏത് സ്കെയിലിലാണ് തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. എന്നിട്ടേ ആൻസർ ചെയ്യാവുള്ളൂ. കുറച്ച് ചോദ്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അതും കൂടി നോക്കുന്ന സമയത്ത് നമുക്കത് ആൻസർ ക്ലിയർ ആവും. ഇനി സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ്. ഇതും സ്ഥിരമായിട്ട് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം -40 ആണ്. -40. അടുത്ത പോയിന്റ്, ഫാരൻഹീറ്റ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ്. ഇങ്ങനെ ചോദിക്കാണ്, ഫാരൻഹീറ്റും കെൽവിനുമാണ്. മുൻപത്തത് സെൽഷ്യസും ഫാരൻഹീറ്റുമാണ്. ഒന്നാമത്തതാണ് കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തത് അങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് ഓർത്തു വെക്കാം. ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് ചോദിക്കുകയാണെങ്കിൽ 574.25 ആണ്. ഫാരൻഹീറ്റും കെൽവിനിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് 574.25. ഇനി ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായും നിലയ്ക്കുന്ന ഊഷ്മാവ്. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായും നിലയ്ക്കുന്ന ഊഷ്മാവിന് നമ്മൾ പറയുന്ന പേരാണ് ആബ്സല്യൂട്ട് സീറോ. ആബ്സല്യൂട്ട് സീറോ എന്നാണ് പറയുക. മലയാളത്തിൽ പറയുകയാണെങ്കിൽ കേവല പൂജ്യം എന്ന് പറയും. കേവല പൂജ്യം. ഇതിൻ്റെ വില -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം -273 ഡിഗ്രി സെൽഷ്യസ്. -273 ഡിഗ്രി സെൽഷ്യസ് ആണ് ആബ്സല്യൂട്ട് സീറോ. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പറയും 0 കെൽവിൻ എന്നും പറയാം. അടുത്ത പോയിന്റ്, നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ചോദിക്കുകയാണെങ്കിൽ അത് കെൽവിനാണ്. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ. അടുത്തത് പോയിന്റും നമ്മൾ ഓർത്തു വെക്കണം, ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില. സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന് ഏറ്റവും കുറവ് വ്യാപ്തം അനുഭവപ്പെടുന്ന താപനിലയും ചോദിച്ചാലും 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന് ഏറ്റവും കുറവ് വ്യാപ്തം അനുഭവപ്പെടുന്ന താപനിലയും 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില ചോദിക്കുകയാണെങ്കിൽ 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില 120 ഡിഗ്രി സെൽഷ്യസ്. സൂര്യന്റെ ഉപരിതലത്തിലെ താപനില ചോദിക്കുകയാണെങ്കിൽ 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. സൂര്യന്റെ
ഉപരിതലത്തിലെ താപനില 5500 ഡിഗ്രി സെൽഷ്യസ്. ഇനി നക്ഷത്രങ്ങളുടെ നിറം സൂചിപ്പിക്കുന്നത് അവയുടെ താപനിലയെയാണ്. അപ്പോൾ നമുക്കറിയാം നക്ഷത്രങ്ങൾ പല നിറത്തിൽ കാണപ്പെടുന്നു. അതിൽ നീല നിറത്തിൽ കാണപ്പെടുന്ന നക്ഷത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവയുടെ താപനില കൂടിയതായിരിക്കും. താപനില കൂടിയ നക്ഷത്രങ്ങളാണ് നീല കളറിൽ കാണപ്പെടുന്നത്. എന്നാൽ ചുവപ്പ് കളറിൽ കാണപ്പെടുന്നത് താപനില കുറഞ്ഞ നക്ഷത്രങ്ങളാണ്. അപ്പോൾ നക്ഷത്രങ്ങളുടെ നിറം സൂചിപ്പിക്കുന്നത് അവയുടെ താപനിലയാണ്. താപനില കൂടിയ നക്ഷത്രങ്ങൾ കാണുക നീല കളറിലും താപനില കുറഞ്ഞ നക്ഷത്രങ്ങൾ കാണുന്നത് ചുവപ്പ് നിറത്തിലുമാണ്. അടുത്ത പോയിന്റ്, താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളെ പറയുന്ന പേരാണ് താപമോചക പ്രവർത്തനം. താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനത്തെ പറയുന്ന പേര് താപശോഷക പ്രവർത്തനം. 2 പോയിന്റുകൾ, താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനം താപമോചക പ്രവർത്തനം, താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനമാണ് താപശോഷക പ്രവർത്തനം. അടുത്ത 2 പോയിന്റുകൾ നോക്കൂ. ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം ആണെങ്കിൽ നമുക്കറിയാം കറുപ്പാണ്. ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പ്. ഏറ്റവും കുറച്ച് താപം ആഗിരണം ചെയ്യുന്നത് വെള്ളയാണ്. വെള്ള കളറാണ് ഏറ്റവും കുറച്ച് താപം ആഗിരണം ചെയ്യുന്ന നിറം. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് താപ പ്രസരണമാണ്, ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ താപപ്രസരണം നടക്കുന്ന 3 രീതികളാണ്. ഒന്ന് ചാലനം അഥവാ കണ്ടക്ഷൻ, സംവഹനം അഥവാ കൺവെക്ഷൻ, വികിരണം അഥവാ റേഡിയേഷൻ. അപ്പോൾ നമ്മളെ ടോപ്പിക് താപപ്രസരണമാണ്. താപപ്രസരണം നടക്കുന്ന 3 രീതികളാണ് ചാലനം, കണ്ടക്ഷൻ, സംവഹനം, കൺവെക്ഷൻ, വികിരണം, റേഡിയേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം ചാലനം, കണ്ടക്ഷൻ നോക്കാം. ഇപ്പോൾ ഖരവസ്തുക്കളിൽ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന തരം താപപ്രസരണമാണ് ചാലനം അഥവാ കണ്ടക്ഷൻ. അപ്പോൾ ഖരവസ്തുക്കളിലാണ് ചാലനം നടക്കുന്നത്. ഖരവസ്തുക്കളിൽ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന തരം താപപ്രസരണമാണ് ചാലനം. ഇപ്പോൾ ഖരവസ്തുക്കളിൽ താപപ്രസരണം നടക്കുന്നത് ചാലനം മൂലമാണ്. അപ്പോൾ ഇവിടെ താപസംപ്രേഷണത്തിൽ തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ല. അപ്പോൾ ചാലനത്തിൽ തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ല. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രസരണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം അഥവാ കൺവെക്ഷൻ. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രസരണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്ന താപപ്രസരണ രീതി ചോദിച്ചാൽ അത് സംവഹനമാണ്. ഒരു മാധ്യമത്തിന്റെയും സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതിയാണ് വികിരണം. ഒരു മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതിയാണ് വികിരണം. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിൽ എത്തുന്ന രീതി വികിരണത്തിന് ഉദാഹരണമാണ്. കടൽക്കാറ്റിനും കരക്കാറ്റിനും കാരണമാകുന്ന താപപ്രസരണ രീതിയാണ് ചോദിക്കുന്നതെങ്കിൽ അത് സംവഹനം, അതായത് കൺവെക്ഷൻ ആണ്. സംവഹനം കൺവെക്ഷൻ ആണ്. കടൽക്കാറ്റിനും കരക്കാറ്റിനും കാരണമാകുന്ന താപപ്രസരണ രീതിയാണ് സംവഹനം. ഇവിടെ വികിരണം വഴി താപം പ്രസരണം ചെയ്യപ്പെടുന്ന ചില സന്ദർഭങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഒന്നാമത്തത് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന വൈദ്യുത ബൾബിൽ നിന്നും താപം താഴെ എത്തുന്നത്, അതുപോലെ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത്, തീ കായുമ്പോൾ നമുക്ക് താപം ലഭിക്കുന്നത്. ഇനി നമുക്ക് ചാലനവും സംവഹനവും വികിരണവും ഒരുമിച്ച് കൊടുത്തിരിക്കുകയാണ്. അവിടെ ചാലനത്തിൽ തന്മാത്രയുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ ഒരു വസ്തുവിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി.
സംവഹനമാണെങ്കിൽ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രശ്നം ചെയ്യപ്പെടുന്ന രീതിയാണ്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തുന്ന രീതിയാണ് വികിരണം. ഇനി നമുക്ക് താപീയ വികാസം എന്താണെന്ന് നോക്കാം. ചൂടാക്കുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസമാണ് താപീയ വികാസം. ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് വാതകങ്ങളാണ്. ഏറ്റവും കുറഞ്ഞ തോതിൽ വികസിക്കുന്നത് ഖരപദാർത്ഥങ്ങളാണ്. ചൂടാക്കുമ്പോൾ ദ്രാവകങ്ങൾ ഖരപദാർത്ഥത്തെക്കാൾ കൂടുതൽ വികസിക്കുന്നു. അപ്പോൾ താപീയ വികാസം ഏറ്റവും കൂടുതൽ വികസിക്കുന്ന വാതകങ്ങളാണ്, ഏറ്റവും കുറഞ്ഞത് ഖരപദാർത്ഥങ്ങളാണ്. ദ്രാവകങ്ങൾ ഖരപദാർത്ഥത്തെക്കാൾ കൂടുതൽ വികസിക്കുന്നു. ഈ താപീയ വികാസം പരിഗണിച്ചിട്ടുള്ള കുറച്ച് സന്ദർഭങ്ങളാണ്. ഒന്ന്, റെയിൽപാളങ്ങൾക്കിടയിൽ വിടവ് ഇട്ടിരിക്കുന്നു. രണ്ടാമത്തത്, കാളവണ്ടി ചക്രത്തിന് ഇരുമ്പ് പട്ട അടിച്ചിരിക്കുന്നത്. കോൺക്രീറ്റ് പാലങ്ങൾക്ക് വിടവിട്ടിരിക്കുന്നത്. ഇവയെല്ലാം താപീയ വികാസം പരിഗണിച്ചിട്ടുള്ള വിവിധ സന്ദർഭങ്ങളാണ്. ഇനി നമുക്ക് വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് താപധാരിത എന്താണെന്ന് നോക്കാം. താപധാരിത ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന പേര് ഹീറ്റ് കപ്പാസിറ്റി. ഒരു പദാർത്ഥത്തിന്റെ താപനില 1 കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപമാണ് താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി. ഇതിന്റെ യൂണിറ്റ്, താപധാരിതയുടെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം ആണ്. താപധാരിതയുടെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം. ഇനി നമുക്ക് വിശിഷ്ട താപധാരിത നോക്കാം, അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. 1 കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിന്റെ താപനില 1 കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപമാണ് വിശിഷ്ട താപധാരിത. 1 കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിന്റെ താപനില 1 കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപമാണ് വിശിഷ്ട താപധാരിത. ഇതിന്റെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ അല്ലെങ്കിൽ ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെ ഇൻവേഴ്സ് ആണ്. വിശിഷ്ട താപധാരിത യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. നമുക്ക് ഇങ്ങനെയും പറയാം, ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെ ഇൻവേഴ്സ് എന്നും പറയാം. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ളത് ജലത്തിനാണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതൽ ജലത്തിനാണ്. അതിൻ്റെ വാല്യൂ 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതൽ ജലത്തിലാണ്. ഇതിൻ്റെ വില 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. അപ്പോൾ നമ്മൾ എഞ്ചിനുകളിലെ വാഹനങ്ങളുടെ എഞ്ചിനുകളിൽ റേഡിയേറ്ററിൽ കൂളൻ്റായി ജലം ഉപയോഗിക്കാനുള്ള കാരണം അതിന് ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിത ഉള്ളത് കൊണ്ടാണ്. ഇനി നമുക്ക് ദ്രവണാങ്കവും തിളനിലയും എന്താണെന്ന് നോക്കാം. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ഖരവസ്തു ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയാണ് ദ്രവണാങ്കം അഥവാ മെൽറ്റിംഗ് പോയിന്റ്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ഖരവസ്തു ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയാണ് ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ്. ഇനി സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി മാറുന്ന താപനിലയാണ് തിളനില അഥവാ ബോയിലിംഗ് പോയിന്റ്. ഇനി മർദ്ദം കൂടുമ്പോൾ ദ്രാവകത്തിന്റെ തിളനില കൂടുന്നു. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, മർദ്ദം കൂടുമ്പോൾ ദ്രാവകത്തിന്റെ തിളനില കൂടുന്നു. മർദ്ദം കുറയുമ്പോൾ ദ്രാവകത്തിന്റെ തിളനില കുറയുന്നു. ഇനി ഉത്പതനം എന്താണെന്ന് നോക്കാം. ഒരു ഖരവസ്തു ചൂടാക്കുമ്പോൾ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ഉത്പതനം. ഒരു ഖരവസ്തു ചൂടാക്കുമ്പോൾ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ഉത്പതനം. ഇത് മുൻപ് PSC എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിന് ഉദാഹരണങ്ങളാണ് കർപ്പൂരവും നാഫ്തലിനും. കർപ്പൂരവും നാഫ്തലിനും ഉത്പതനത്തിന് വിധേയമാകുന്ന വസ്തുക്കളാണ്. ഇനി നമുക്ക് ലീനതാപം അഥവാ ലാറ്റന്റ് ഹീറ്റ് എന്താണെന്ന് നോക്കാം. ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറ്റം നടക്കുമ്പോൾ ഊഷ്മാവിൽ വർധനവില്ലാതെ സ്വീകരിക്കുന്ന താപത്തിന് പറയുന്ന പേരാണ് ലീനതാപം. ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക്
മാറ്റം നടക്കുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേര് അവസ്ഥാ പരിവർത്തനം എന്നാണ്. അപ്പം അങ്ങനെ മാറ്റം നടക്കുമ്പോൾ ഊഷ്മാവിൽ വർധനവില്ലാതെ സ്വീകരിക്കുന്ന താപമാണ് ലീന താപം, ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയും. ദ്രവീകരണം നടക്കുമ്പോൾ സ്വീകരിക്കുന്ന ലീനതാപത്തെ നമുക്ക് ദ്രവീകരണ ലീനതാപം അഥവാ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയാം. ഇതിന്റെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം ആണ്. ഐസ് കട്ടയ്ക്കാണ് ഏറ്റവും കൂടുതൽ ദ്രവീകരണ ലീനതാപമുള്ളത്. അതിന്റെ വില 335 ഇൻറ്റു 10⁻³ ജൂൾ പെർ കിലോഗ്രാം ആണ്. 335 ഇൻറ്റു 10⁻³ ജൂൾ പെർ കിലോഗ്രാം ആണ് ഐസ് കട്ടയുടെ ദ്രവീകരണ ലീനതാപം. ദ്രാവകം തിളച്ച് ബാഷ്പമാകുന്നതിന് സ്വീകരിക്കുന്ന ലീനതാപമാണ് ബാഷ്പീകരണ ലീനതാപം. ദ്രാവകം തിളച്ച് ബാഷ്പമാകുന്നതിന് സ്വീകരിക്കുന്ന ലീനതാപമാണ് ബാഷ്പീകരണ ലീനതാപം. ജലത്തിനാണ് ബാഷ്പീകരണ ലീനതാപം ഏറ്റവും കൂടുതൽ. അതിന്റെ വില 22.6 ഇൻറ്റു 10⁻5 ജൂൾ പെർ കിലോഗ്രാം ആണ്. നീരാവി കൊണ്ടുള്ള പൊള്ളൽ തിളച്ച വെള്ളം കൊണ്ടുണ്ടാകുന്ന പൊള്ളലിനേക്കാൾ മാരകമാണ് എന്ന് പറയാനുള്ള കാരണം നീരാവിക്ക് ബാഷ്പീകരണ ലീനതാപം കൂടിയതുകൊണ്ടാണ്. നമുക്ക് ബാഷ്പീകരണം കൂടി ഒന്ന് നോക്കാം. ബാഷ്പീകരണം ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന പേര് ഇവാപൊറേഷൻ എന്നാണ്. ദ്രാവകോപരിതലത്തിലെ തന്മാത്രകൾ ചുറ്റുപാടുകളിൽ നിന്നും താപം സ്വീകരിച്ച് വാതകാവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം. റെഫ്രിജറേറ്ററിന്റെ പ്രവർത്തന തത്വമാണ് ബാഷ്പീകരണം. അതുപോലെ തന്നെ മൺകൂജയിൽ സൂക്ഷിച്ചിരിക്കുന്ന ജലം നന്നായി തണുത്തിരിക്കുന്നതിന് കാരണവും ബാഷ്പീകരണമാണ്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ജലം ഐസ് ആകുന്ന താപനില നമുക്കറിയാം. ജലം ഐസ് ആകുന്ന താപനില 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓപ്ഷൻ എ 0 ഡിഗ്രി സെൽഷ്യസ്. സെന്റിഗ്രേഡും ഫാരൻഹീറ്റും ഒരേപോലെ ആകുന്ന താപനില. സെന്റിഗ്രേഡും ഫാരൻഹീറ്റും ഒരേപോലെ ആകുന്ന താപനില നമുക്കറിയാം -40 ഡിഗ്രിയാണ്. ഓപ്ഷൻ ഡി -40 ഡിഗ്രി. ജലം തിളച്ച് നീരാവിയാകുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. 100 കെൽവിനിൽ ആണ്, 100 ഡിഗ്രി ഫാരഡിലാണ്, 273 കെൽവിനിലാണ്, 373 കെൽവിനിലാണ്. അപ്പോൾ നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസിലാണ്. 100 ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ കെൽവിൻ സ്കെയിലേക്ക് മാറ്റുകയാണെങ്കിൽ 373 കെൽവിനിലാണ്. ഓപ്ഷൻ ഡി 373 കെൽവിനിലാണ് ഉത്തരം. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു ക്ലാസ്സുമായി നമുക്ക് കാണാം.